വിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈ പ്രഭാതത്തിൽ ദിവികാരുണ്യനാഥൻ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കുകയും എല്ലാ അധ്വാനങ്ങളിലും അവിടുന്ന് നമ്മെ ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാക്കുന്ന വചനഭാഗം പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം കാരുണ്യവാനാണ്. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കുറവുകളിലേക്കോ മനുഷ്യന്റെ ബലഹീനതകളിലേക്കോ നോക്കാതെ അവനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഈ അനുഗ്രഹം നാം ഏറ്റുവാങ്ങണമെങ്കിൽ വിശുദ്ധിയോടെ ദൈവത്തോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിലയ്ക്കാത്ത പ്രവാഹമായി വർഷിക്കപ്പെടുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുക, ദൈവത്തിന്റെ കൃപാവരത്തിൽ നിന്ന്, ദൈവത്തിന്റെ കൃപാവരത്തിൽ, മറ്റെവിടെ നിന്നുമല്ല, ദൈവത്തിന്റെ കൃപാവരത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ശക്തി സ്വീകരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ശക്തിയറ്റു പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിന്റെ ചില ഉത്തരവാദിത്വങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിലേക്ക് ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ജീവിത പങ്കാളിയുടെ കരുതൽ ലഭിക്കാതാകുമ്പോൾ, പുതിയൊരു കുടുംബത്തിലേക്കോ പുതിയൊരു ജീവിതത്തിലേക്കോ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള രീതികളും മറ്റും നമുക്ക് ലഭിക്കാതാകുന്ന നിമിഷങ്ങളിൽ, മക്കൾ വഴിതെറ്റി പോകുമ്പോഴൊക്കെ നമ്മുടെ ശക്തി പലപ്പോഴും ചോർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ പലപ്പോഴും നമ്മൾ മനുഷ്യരുടെ അരികിലേക്കാണ് ശക്തി സ്വീകരിക്കുവാനായിട്ട് ഓടുക. ചിലപ്പോൾ കൗൺസിലേഴ്സിന്റെ അരികിലേക്കായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ അരികിലേക്കായിരിക്കാം, മറ്റേതെങ്കിലും വ്യക്തികളുടെ അരികിലേക്കായിരിക്കാം, ചിലരാണെങ്കിൽ മദ്യത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സ്വഭാവ രീതികളിലേക്കായിരിക്കാം. ഇങ്ങനെ ശക്തി അറ്റുപോകുന്ന നിമിഷങ്ങളിൽ ശക്തി സ്വീകരിക്കുവാനായിട്ട് നമ്മൾ പല വഴികളിലൂടെ ഓടാറുണ്ട്. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവാണ് കൃപയുടെ സിംഹാസനം. കർത്താവിലാണ് കൃപയുള്ളത്, കർത്താവിലാണ് നിന്നോടുള്ള കരുണയുള്ളത് എന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ശക്തി ചോർന്നു പോകുന്ന നിമിഷങ്ങൾ നീ മറ്റൊരിടത്തേക്കും ഓടരുത്. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ഓടുക. നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് നീ എളിമപ്പെടുത്തി ഈശോയുടെ അരികിലേക്ക് നീ കടന്നു ചെന്നാൽ അവിടുത്തെ കൃപാവരത്തിൽ നിന്ന് നിനക്ക് ശക്തി ലഭിക്കുമെന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി, അതുവഴി നീ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി ഈശോയുടെ മുമ്പിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ കൃപാവരത്തിൽ നിന്ന് ശക്തി ഇവരിലേക്ക് ഇന്ന് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി അറ്റുപോകുന്നവരെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏത് മകനാണോ ഏത് മകളാണോ ശക്തി അറ്റുപോകുന്നത്, അവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രത്യേക കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരുടെ ശക്തിയെ നശിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശാപശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗശക്തികൾ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പാപശക്തികൾ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവെ ആരാധന. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.